ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കാൻ കുറച്ച് നാൾ വൈകി. അതുകൊണ്ടാണ് നമ്മൾ താമര വിത്തിൽ നിന്ന് മുളപ്പിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് വിത്തിൽ നിന്ന് മുളച്ച് ഏകദേശം നല്ല വലുപ്പമായി കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം മാറ്റുന്ന കാര്യവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ താമര ഏകദേശം ഒരു 4-5 തണ്ടൊക്കെ ആയി നല്ലപോലെ വേരൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഇതിനെ എന്തായാലും ഒരു പോട്ടിലേക്ക് മാറ്റാൻ പോവാണ്. നമ്മളിത് ശരിക്കും നല്ല വെയിൽ കിട്ടുന്നിടത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ഇവിടെ നമുക്ക് വെയിലില്ല. അപ്പോൾ എല്ലാം ഈ ഗ്രോ ലൈറ്റിലൊക്കെയാണ് വളരുള്ളൂ. തണുപ്പ് ഇതായ കാരണം നമ്മൾ അകത്ത് വെച്ചൊക്കെയാണ് വളർത്തുന്നത്. അപ്പോൾ നമ്മുടെ ഷെഡ് നമ്മളൊരു സെറ്റപ്പാണ്. ഫിഷ് ടാങ്കുകളും പിന്നെ കുറച്ച് ടാങ്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഷെഡ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നിനെ നമ്മൾ അടർത്തിയെടുത്തിട്ട് നമ്മൾ ഏകദേശം ഒരു 20 വിത്തോളം പാവിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു 15 എണ്ണമെങ്കിലും വലുതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് എണ്ണത്തിൻ്റെയൊക്കെ വിത്ത് അടന്നു പോയി. ഇനി കുഴപ്പമില്ല, കാരണം അത് അത്യാവശ്യം അതിനകത്തു നിന്നുള്ള വളമൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നല്ലപോലെ വേര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ നേരെ നല്ല ചെളിമണ്ണിലേക്ക് നടാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചെളി മുകളിലേക്ക് വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയാം. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല മീനുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തും ഒരെണ്ണം വയ്ക്കാം. നല്ല ചെറുതായിട്ടൊരു ബോൺസായി പോലെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെറുതിലും നമ്മൾ താമരനെ നട്ടുവയ്ക്കുന്നത്. അപ്പോൾ എന്തായാലും താമരയുടെ ഏകദേശം ഒരു 2 ഇലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് വലുതായി വരുന്ന എന്തായാലും നമുക്ക് കുഴപ്പമില്ല, കാരണം ഇത്രയും വന്നു. ഒരു 4 ഇലയും കുറേ വേരൊക്കെ വന്ന് നല്ലോണം വളർന്ന് തുടങ്ങി. അപ്പോൾ എന്തായാലും അവറ്റങ്ങൾ പിടിച്ചോളും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇവറ്റങ്ങൾ ഇനി അതിനകത്ത് വയ്ക്കാം. പിന്നെ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷെഡിലേക്ക് എലി വരുന്നുണ്ട്. ഈ എലി വന്നിട്ട് ഈ താമരേനെ വലിച്ചെടുത്ത് പുറത്തിടുന്നുണ്ട്. എന്നിട്ട് ഈ കിഴങ്ങിൻ്റെ ഇതൊക്കെ തിന്നാനോ എന്തിനാണെന്ന് അറിയില്ല ശരിക്കും, പക്ഷേ അങ്ങനെ വന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് എലി വിഷമൊക്കെ വെച്ചിട്ടുണ്ട് നാട്ടിൽ ചെയ്യണ പോലെ. അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല, കാരണം ഗാർഡൻ ഷെഡിൽ എപ്പോഴും നല്ല ചൂടുള്ള കാരണം ഇവിടുത്തെ എലി ചൂട് കിട്ടാനായിട്ട് പുറത്തുനിന്നുള്ളതൊക്കെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറാണ്. കുറേ എണ്ണത്തിന് കൊന്നളഞ്ഞു, പക്ഷേ ഇപ്പോൾ അധികം കാണുന്നില്ല, അറിയില്ല. നമുക്ക് രാത്രിയാണ് ഇവറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ബാക്കി കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം. എന്തായാലും നമ്മൾ താമര ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇനി വെള്ളം കുറച്ച് ആഡ് ചെയ്യാം. വെള്ളം ആഡ് ചെയ്ത് നമ്മൾ അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ട് വയ്ക്കാം. അപ്പോൾ അങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ താമരയ്ക്ക് വേറെ അധികം കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇനി വലുതായി വരെയും നല്ല ഇതിനകത്ത് കിട്ടും. പിന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നല്ല വെയിലത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ താമരയ്ക്ക് നല്ലതാണ്. നല്ല ഇലയും പെട്ടെന്ന് വലുതാവാനൊക്കെ നല്ലതാണ്. ചിലപ്പോൾ പൂവുണ്ടാവാൻ ഒരു കൊല്ലം പിടിക്കുകയാണെങ്കിലും പക്ഷേ അത് നല്ലപോലെ പിടിച്ച് കിട്ടും. ഒരു പ്രാവശ്യം പിടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നല്ലപോലെ അത് നല്ല ഇടയ്ക്കിടയ്ക്ക് പൂവൊക്കെ ഉണ്ടായി നല്ല ഭംഗിയിൽ നിൽക്കും. നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ നമ്മുടെ കയ്യിൽ 3-4 വെറൈറ്റി ഉണ്ടായിരുന്നു. നല്ലപോലെ പൂവുണ്ടായി നല്ല ചെടിച്ചട്ടികളിൽ, നല്ല വലിയ ചെടിച്ചട്ടികളിൽ നമ്മളിങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ആമ്പലാണെങ്കിലും പല കളറിലെ ആമ്പലുകളുണ്ടായിരുന്നു. ഏകദേശം ഒരു 10ഓളം വെറൈറ്റി ആമ്പലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ തന്നെയാണ് നടുന്നത്. ഇത് നല്ല സക്സസ്ഫുള്ളാണ്. എന്തായാലും ഇത് വാട്ടർ പോപ്പി എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ ഒരു വകഭേദമായിട്ട് ബ്രസീലിയൻ പെന്നിവർത്ത് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഈ ഇരിക്കുന്നത്. ഇതൊന്ന് എങ്ങനെ വേണമെങ്കിലും വളരും. ചെടിച്ചട്ടിയിൽ വെറുതെ മണ്ണിൽ വളർത്താം, പക്ഷെ മണ്ണ് കുറച്ച് ഡ്രൈ ആവാൻ പാടില്ല. കുറച്ച് നല്ലപോലെ നനഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വലുതായി വരും. അതുപോലെ തന്നെ ഈ താമരയും നല്ലപോലെ വളർന്നോളും.